ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മായവി ട്രേഡിംഗ്. അപ്പം മായവി ട്രേഡിങ്ങിൻ്റെ ഒരു മണി മാനേജ്മെൻറ്റിൻ്റെ ഒരു ഷീറ്റിനെ കുറിച്ച് ഒന്നും കൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനാണ്. ഒരുപാട് പേർക്ക് അതൊന്ന് കറക്റ്റായിട്ട് ഇത് ക്ലിയർ ആയിട്ടില്ല. അപ്പോൾ അതും കൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം. ഇനി അറിഞ്ഞവർക്ക് ഒന്നും കൂടെ കണ്ടോളൂ. ഓക്കെ, മണി മാനേജ്മെൻറ്റ് ഷീറ്റ് ഉപയോഗിക്കുന്നതിൻ്റെ മെയിൻ കാരണം നമ്മുടെ കയ്യിൽ എത്ര ക്യാപിറ്റൽ ഉണ്ടോ ആ ക്യാപിറ്റലനുസരിച്ച് ആ ക്യാപിറ്റലിൻ്റെ ബേസിൽ നമ്മൾ എത്ര രൂപയ്ക്കാണ് നമ്മൾ ട്രേഡ് എടുക്കേണ്ടത്. ഇപ്പോൾ പലരും അക്കൗണ്ട് വാഷ് ഔട്ട് ആവുന്നു, അല്ലെങ്കിൽ ലോസ് വരുന്നു, പല പല ഗ്രൂപ്പുകളിൽ നിന്നൊക്കെ ഇപ്പോൾ സീറോ ആയിട്ട് വരുന്നു, അല്ലെങ്കിൽ സീറോ ആകുന്നു, അല്ലെങ്കിൽ പല ട്രേഡർമാർ എന്താ പറയുക അക്കൗണ്ട് വാഷ് ഔട്ട് ആവുന്നതിൻ്റെ മെയിൻ കാരണം എത്ര രൂപയാണ് ഞാൻ ഫസ്റ്റ് ട്രേഡിൽ വെക്കേണ്ടത് എന്ന് അറിയാത്തതുകൊണ്ടാണ്. ഇപ്പോൾ ഒരു 2500 അല്ലെങ്കിൽ 5000 അല്ലെങ്കിൽ 10000 രൂപയുള്ള ഒരു വ്യക്തിക്ക് എന്താ പറയുക, അല്ലെങ്കിൽ 2500 അല്ലെങ്കിൽ 10000 രൂപയുള്ള വ്യക്തി ഫസ്റ്റത്തെ ട്രേഡ് തന്നെ 5000 രൂപയ്ക്ക് കൊണ്ടേ വെച്ച് കഴിഞ്ഞാൽ അവന് ലോസേ വരുള്ളൂ, അവൻ്റെ അക്കൗണ്ട് സീറോ ആവുള്ളൂ. ഓക്കെ, എന്നിട്ട് അത് അങ്ങനെ സീറോ ആകുമ്പോഴാണ് എന്താ പറയുക, നമ്മുടെ സിസ്റ്റത്തിനെ കുറിച്ചും അതുപോലെ തന്നെ ട്രേഡിംഗ് സിസ്റ്റം നല്ലതല്ല, അതുപോലെ തന്നെ എന്താ പറയുക മൊത്തം കംപ്ലയിൻറ്റ് പറഞ്ഞ് അല്ലെങ്കിൽ ഇതായി അങ്ങനെ പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ ഒരു ധാരണ വേണം എത്ര രൂപയാണ് നമ്മൾ ക്യാപിറ്റൽ. ഇതാരും ഇങ്ങനെ പറയില്ല, ഗ്രൂപ്പിൽ ആരും ഇങ്ങനെ പറഞ്ഞു കൊടുക്കില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പുറകെ മെനക്കെടാനൊന്നും ആർക്കും താല്പര്യമില്ല. പക്ഷെ നമ്മളെ സംബന്ധിച്ച്, മായവി ട്രേഡിങ്ങിനെ സംബന്ധിച്ച്, നിങ്ങളിൽ ഓരോരോ വ്യക്തിയും പൈസ കൊണ്ട് കളയുന്നതിലല്ലോ താല്പര്യം. നിങ്ങൾ ക്യാഷ് ഗെയിൻ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ മണി ഉണ്ടാക്കുന്നതിലാണ് നിങ്ങൾ ഓരോരുത്തരും പ്രോഫിറ്റബിളായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഓരോരോ വീഡിയോകളും ഓരോരോ കാര്യങ്ങളുമായിട്ട് നമ്മൾ കൊണ്ടുവരുന്നത്. ഓരോന്ന് ഇങ്ങനത്തെ കാര്യങ്ങളും ഇങ്ങനത്തെ സ്ട്രാറ്റജികളൊക്കെ പറയുന്നത്. അല്ലെങ്കിൽ ഇങ്ങനത്തെ സ്ട്രാറ്റജി പറയേണ്ട ആവശ്യം പോലും ഇല്ല. നിങ്ങൾക്ക് തോന്നുന്ന പോലെ നിങ്ങൾ ഇട്ടോ എന്നല്ലേ ഞാൻ പറയും, തോന്നുന്ന പോലെ ഇട്ടോ, ഡബിൾ ചെയ്തത്. പക്ഷെ അങ്ങനെ ഇട്ട് കഴിഞ്ഞിട്ട് അത് കടലിൽ കായം കലക്കുന്ന പോലെ ആയിപ്പോവും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അതുകൊണ്ടാണ് എന്ത് പറയുന്നത്, ഇങ്ങനത്തെ ഓരോരോ സ്ട്രാറ്റജികൾ കൊണ്ടുവന്ന് നിങ്ങളുടെ ക്യാപിറ്റലിനെ സെക്യൂർ ചെയ്ത് നിങ്ങൾക്ക് ഫസ്റ്റ് ട്രേഡ് എത്ര എടുക്കണം, എത്രയാണ് എൻ്റെ ടാർഗറ്റ് എന്നുള്ളതൊക്കെ നമുക്ക് എന്താണ് എനിക്കിതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്താ ഉണ്ടാവുക, ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതേപോലുള്ള ഓരോരോ എന്താ പറയുക സ്ട്രാറ്റജികൾ കൊണ്ടുവരുന്നത്. ഓക്കെ, ഇപ്പോൾ നമുക്ക് ബേസിക് ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ബേസിക് ക്യാപിറ്റൽ എന്ന് വേണ്ട, ഇവിടെ നമുക്ക് ടൈപ്പ് ചെയ്യാം മൈ ക്യാപിറ്റൽ. ഓക്കെ, അതാണ് കുറച്ചും കൂടെ നല്ലത്. ഓക്കെ, മൈ ക്യാപിറ്റൽ, എൻ്റെ ക്യാപിറ്റൽ. ഓക്കെ, ഇപ്പോൾ എൻ്റെ ക്യാപിറ്റൽ ഒരു 25000 രൂപയാണെന്ന് വെക്കാം ഞാൻ. ഓക്കെ, 25000 എന്ന് വെക്കാം. ഓക്കെ, ജസ്റ്റ് ഒന്ന് 25000. എനിക്ക് ഡെയിലി വേണ്ട ടാർഗറ്റ് നമുക്ക് 3 സെക്ഷൻ ഉണ്ട്. ഞാൻ 3 സെക്ഷനും അറ്റൻഡ് ചെയ്യുന്നൊരു വ്യക്തിയാണെന്ന് വെക്കുക. അപ്പോൾ എനിക്ക് 1% മതി. ഓക്കെ, അപ്പോൾ എനിക്ക് 1% മതി. ഡെയിലി 3 സെക്ഷൻ അറ്റൻഡ് ചെയ്യുന്നൊരു വ്യക്തിയാണെങ്കിൽ എനിക്ക് 1% മതി. ഇല്ല, ഞാൻ 3 സെക്ഷനും അറ്റൻഡ് ചെയ്യുന്നില്ല എങ്കിൽ എനിക്ക് 1.5 മതി. അത് മതി. ഒരു പെർ ഡേ 1.5% കിട്ടിയാൽ മതി. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, അല്ലെങ്കിൽ ഓക്കെ, അപ്പോൾ ഞാൻ 1% വെച്ചു. ഈച്ച് സെക്ഷൻ ഞാൻ 1% വെച്ചു. അങ്ങനെയാകുമ്പോൾ 3 സെക്ഷനിലും കൂടെ കൂടിയിട്ട് എനിക്ക് എത്രയാവും? 3% ആവും. ഓക്കെ, എൻ്റെ ഡെയിലി ടാർഗറ്റ്. ഓക്കെ, ഇപ്പോൾ ഞാൻ ഒരു സെക്ഷൻ മാത്രമാണ്. ഇപ്പോൾ ഒരു നമ്മുടെ ഗ്രൂപ്പിലുള്ള ഒരു വ്യക്തി, ഞാനിപ്പോഴും പറയുന്നത്, നമ്മുടെ ഗ്രൂപ്പിലുള്ള ഒരു മെമ്പർ ഒരു സെക്ഷൻ അറ്റൻഡ് ചെയ്താൽ മതി. നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ മാത്രം 3 സെക്ഷൻ, ഇനി വരാൻ പോകുന്ന 3-4 സെക്ഷൻ ഉണ്ടെങ്കിൽ ആ 4 സെക്ഷൻ അറ്റൻഡ് ചെയ്താൽ മതി. ഇല്ല, നിങ്ങൾ അതിനായിട്ട് വേണ്ടിയിട്ട് മാത്രം ഡെഡിക്കേറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് പല ജോലികളും പല കാര്യങ്ങളും വേറെ ഉണ്ടാവും. നിങ്ങൾ ഫ്രീ ആയിരിക്കുന്ന ഏത് സമയത്താണോ ആ ഒരു സെക്ഷൻ മാത്രം എടുക്കുക. ഇനി 3 സെക്ഷൻ എടുത്താലും ഒരു കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് 1 person 1 സെക്ഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ 25000 രൂപയുണ്ട്. എൻ്റെ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 1% ആണ്. അപ്പോൾ ഡെയിലി ടാർഗറ്റ് എനിക്ക് 250 രൂപയാണ് വേണ്ടതെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ 3 സെക്ഷൻ എടുക്കുകയാണെങ്കിൽ എൻ്റെ ഒരു സെക്ഷനിൽ എനിക്ക് എത്ര വേണം എനിക്ക് 250 രൂപ കിട്ടണം. ഓക്കെ, ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ഇവിടെ നോക്കിയാൽ യുവർ ട്രേഡ് എമൗണ്ട് 350 റുപ്പീസ്. മനസ്സിലാവുന്നുണ്ടോ? എന്ന് വെച്ച് കഴിഞ്ഞാൽ 25,000 റുപ്പീസ് ക്യാപിറ്റലുള്ളൊരു വ്യക്തി ഫസ്റ്റ് ട്രേഡ് എടുക്കേണ്ടത് 350 റുപ്പീസിനാണ്. മനസ്സിലായോ? ഇവിടെ നിങ്ങളുടെ ടാർഗറ്റ് കൂടിയെന്ന് വെച്ചിട്ട് ഇവിടുത്തെ എമൗണ്ട്, നിങ്ങളുടെ ഫസ്റ്റ് ട്രേഡ് എമൗണ്ട് ഒരിക്കലും കൂടില്ല. ഇവിടെ ടാർഗറ്റ് ഇപ്പോൾ 5 ആണെന്ന് വെച്ചോട്ടെ, എന്നാലും നിങ്ങളുടെ ട്രേഡ് എമൗണ്ട് ഒരിക്കലും കൂടില്ല. ഫസ്റ്റ് എടുക്കേണ്ട ട്രേഡ് എമൗണ്ട്
ഒരിക്കലും നിങ്ങളുടെ കൂടില്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഡെയിലി ടാർഗറ്റ് എൻ്റെ 250 റുപ്പീസാണ്. മനസ്സിലാവുന്നുണ്ട്? ഡെയിലി ടാർഗറ്റ് എൻ്റെ 250 റുപ്പീസാണ്. ഓക്കെ. എൻ്റെ എന്തെന്നാ പറയുന്നത്, ട്രേഡ് എടുക്കേണ്ട എമൗണ്ട് 350 റുപ്പീസാണ്. മനസ്സിലായോ നിങ്ങൾക്ക്? ഓക്കെ. ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. ടോട്ടൽ ക്യാപിറ്റൽ ഇപ്പോൾ എൻ്റെ ക്യാപിറ്റൽ 50,000 രൂപ നോക്കാം. അപ്പോൾ 5,000 രൂപ നോക്കാം. എൻ്റെ ക്യാപിറ്റൽ 5,000 രൂപ. ഓക്കെ. എൻ്റെ ടാർഗറ്റ് 1% ആണ് വെച്ചിട്ട് എനിക്ക് ഡെയിലി ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 50 രൂപയാണ്. ഇതിന് പകരം നിങ്ങൾ 2,000, 3,000, 4,000, ചിലവർ 5,000, ചില 15,000 രൂപ 10,000 രൂപ അന്നത്തെ ദിവസം തന്നെ കിട്ടണം എന്ന് വിചാരിക്കുന്നവരുണ്ടാവും. അതൊക്കെയാണ് ഓവർ ട്രേഡിങ്, ഓവർ ഇതും പറയണത്. മനസ്സിലാവുന്നുണ്ടോ? ഇത് 5,000 രൂപ എൻ്റെ ക്യാപിറ്റൽ, അല്ലെങ്കിൽ 6,500 രൂപയെന്ന് വെക്കാം, അല്ലെങ്കിൽ 7,235 രൂപയെന്ന് വെക്കാം. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ എടുക്കേണ്ടത് ഇവിടെ മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. മനസ്സിലാവുന്നു? ഇവിടെ മാത്രം നിങ്ങൾ നോക്കുക. എന്താണ് യുവർ ട്രേഡ് എമൗണ്ട് എത്രയാണ്? 101 രൂപ. അപ്പോൾ നിങ്ങൾ ഓരോ സിഗ്നലിലും 101 രൂപ ഇട്ട് ഫസ്റ്റത്തെ ട്രേഡ് നിങ്ങൾ 101 റുപ്പീസ് വെച്ച് നിങ്ങൾ ട്രേഡ് എടുക്കുക. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. അപ്പോൾ ഞാൻ 3 സെക്ഷൻ അറ്റൻഡ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ 3 സെക്ഷൻ കിട്ടി. എൻ്റെ ടാർഗറ്റ് എനിക്ക് കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ ഓക്കെ 1, 2, 3 ഓക്കെ 1 സെക്ഷനിൽ 1%, സെക്കൻഡ് സെക്ഷനിൽ 1%, 3% ടാർഗറ്റ് ഞാൻ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ ഡെയിലി ടാർഗറ്റ് എനിക്ക് 217 രൂപയുള്ളൂ. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു പൈസയാണിത്. നമ്മുടെ ഗ്രൂപ്പിലുള്ളവർക്കൊക്കെ മനസ്സിലാവും, വളരെ സിമ്പിളായിട്ടാണ്. പക്ഷേ നിങ്ങൾ 7,000 രൂപ ഇട്ട് കഴിഞ്ഞാൽ 7,000 രൂപ അന്നത്തെ ദിവസം പ്രോഫിറ്റ് വേണമെന്ന് വിചാരിക്കുന്നതുകൊണ്ടാണ് എന്താണ് നിങ്ങൾക്കൊന്നും പറ്റാതെ പോകുന്നത്. മനസ്സിലാവുന്നുണ്ടോ? നമ്മളെപ്പോഴും ട്രേഡ് ചെയ്യുമ്പോൾ എപ്പോഴും ഡെയിലി പ്രോഫിറ്റ് നിങ്ങൾ കണക്കാക്കാതെ മന്ത്ലി എനിക്ക് എത്ര ഏൺ ചെയ്യാൻ പറ്റും, ഒരു മന്ത്ലിയാണ്. നിങ്ങളൊരു ഒരു ജോബ് സ്ഥലത്ത് പോയി, ഓക്കെ, ഈ ഡെയിലി വേജസ് അല്ലാത്തവരുടെ കാര്യമാണ് പറഞ്ഞത്. അവർക്കാണെങ്കിൽ മന്ത്ലി അല്ലേ നിങ്ങൾക്ക് സാലറി കിട്ടണേ? നിങ്ങളൊരു ഗവൺമെൻറ് എംപ്ലോയിയാണ്, മന്ത്ലി അല്ലേ സാലറി കിട്ടണേ? നിങ്ങളൊരു ടീച്ചറാണ്, മന്ത്ലി അല്ലേ സാലറി കിട്ടണേ? അപ്പോൾ മന്ത്ലിയാണ്, 30 ഡേയ്സിൻ്റെ ബാലൻസാണ് നിങ്ങൾ നോക്കേണ്ടത്. ഏകദേശം നിങ്ങളുടെ ക്യാപിറ്റലിൻ്റെ അടുത്ത് അത് വന്നു അല്ലേ? ഇല്ല, ഞാൻ 1 സെക്ഷൻ മാത്രമാണ് നോക്കുന്നത്. ഓക്കെ, നോക്കി 2170. ഇവിടെ നിങ്ങൾ ഇനി ഇപ്പോൾ 1 സെക്ഷൻ മാത്രമാണെങ്കിൽ നിങ്ങളുടെ 1.5 ആയിരിക്കും നിങ്ങളുടെ ടാർഗറ്റ് എന്ന് പറയുന്നത്. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. ടാർഗറ്റ് എത്ര വെക്കുന്നത് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടമാണ്. മിനിമം 1 എങ്കിലും വെച്ചിരിക്കണം. മനസ്സിലാവുന്നല്ലോ? നിങ്ങളിവിടെ ക്യാപിറ്റൽ എത്ര കൂട്ടുന്നോ, ഇപ്പോൾ എൻ്റെ 2.5 ലക്ഷം രൂപയാണെന്ന് വെച്ചോ, നോക്കി ഇത് കണ്ടോ, ഇവിടെ 1. അപ്പോൾ ക്യാപിറ്റൽ കൂടുന്നതനുസരിച്ച് ടാർഗറ്റ് കുറയ്ക്കുക, 1% വയ്ക്കുക. 75,000 രൂപ, 2.5 ലക്ഷം രൂപയാണ് എൻ്റെ ക്യാപിറ്റൽ, 75,000 രൂപ എനിക്ക് മാസം കിട്ടും. മനസ്സിലാവുന്നുണ്ടോ? എനിക്ക് ട്രേഡ് എടുക്കുക, ഫസ്റ്റ് ട്രേഡ് എടുക്കേണ്ടത് 3,500 രൂപയാണ് ട്രേഡ് എടുക്കുന്നത്. എൻ്റെ ഡെയിലി 3,500 രൂപയാണ് എൻ്റെ ടാർഗറ്റ്. ഫസ്റ്റത്തെ ട്രേഡ് എമൗണ്ട് എൻ്റെ ഡെയിലി ടാർഗറ്റ് 2,500 രൂപയുള്ളൂ. നമുക്ക് ഒറ്റ സിഗ്നലിൽ തന്നെ നമ്മുടെ ഏകദേശം നമ്മുടെ ടാർഗറ്റ് നമുക്ക് കിട്ടും. മനസ്സിലാവും? ഇനി ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞതാണ്. നമ്മൾ 3,500 രൂപയ്ക്ക് വെച്ചു, അത് വിന്നായി. പിന്നെ അടുത്ത നമ്മുടെ ഡെയിലി ടാർഗറ്റ് എത്രയാണ് നോക്കുക, 2,500 രൂപ എത്രയായിരിക്കും എന്ന് നോക്കുക. ചിലപ്പോൾ 100, 200, 300 ആയിരിക്കും. ഞാൻ ഏകദേശം പറയാം. അപ്പോൾ നമ്മൾ അടുത്ത 3,500 രൂപയ്ക്ക് കൊണ്ടുപോയി വെക്കരുത്. നമ്മുടെ ടാർഗറ്റ് ഫില്ല് ചെയ്യാൻ വേണ്ടി എത്ര വെക്കണം? ഇപ്പോൾ 300 രൂപയാണെങ്കിൽ 500 രൂപയ്ക്ക് ട്രേഡ് എടുക്കുക. അത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ മൈൻഡിൽ വെക്കണം. ഇനി എൻ്റെ അടുത്ത് ഇന്ത്യൻ രൂപയില്ല എന്ന് വെക്കുക. ഓക്കെ, എൻ്റെ അടുത്ത് ആകെ $111 ഉള്ളൂ എന്ന് വെക്കുക. ഇത് ഡോളറാണ്. ഓക്കെ, $111. ഓക്കെ, ടാർഗറ്റ് 1%. ഡെയിലി ടാർഗറ്റ് എനിക്ക് $1 കിട്ടിയാൽ മതി. യുവർ ട്രേഡ് എമൗണ്ട് $2. നോക്കി 30 ദിവസം കഴിയുമ്പോൾ $33 കിട്ടും. പക്ഷെ ഇത് നമുക്ക് പലർക്കും, എല്ലാവരും ഞാൻ പറയുന്നില്ല, പലർക്കും ഇത് ദഹിക്കില്ല. കാരണം $100 ഞാൻ ക്യാപിറ്റൽ ഉണ്ട്, എനിക്ക് $100, എനിക്ക് $50 അല്ലെങ്കിൽ $100 എനിക്ക് പെർ ഡേ വേണം, അല്ലെങ്കിൽ സെയിം സെക്ഷനിൽ എനിക്ക് വേണം എന്ന് വിചാരിക്കുന്നവർക്ക് ട്രേഡിംഗ് ഒരിക്കലും സക്സസ് ആയിരിക്കില്ല. നിങ്ങളൊരു മന്ത്ലി ആയിട്ട് ഒരു മാസം നിങ്ങളൊരു സാലറി പോലെയാണ് ഇത് പ്രതീക്ഷിക്കുന്നതെങ്കിൽ ഞാനങ്ങനെ ചെയ്യുന്നത്. ഞാൻ ഒരു ദിവസത്തെ ഒരിക്കലും ഞാൻ പോയിട്ട് എന്താ പറയുക പ്രോഫിറ്റും ലോസും ഞാൻ ഇതാക്കില്ല. മന്ത്ലി എത്ര കിട്ടുന്നു? മന്ത്ലി നിങ്ങൾ 15 ദിവസം നിങ്ങൾ ലോസിലാണെങ്കിലും
അടുത്ത 15 ദിവസം നിങ്ങൾ പ്രോഫിറ്റിലാണെങ്കിൽ നിങ്ങൾ എൻഡ് ഓഫ് ദ ഡേ നിങ്ങൾ പ്രോഫിറ്റിൽ തന്നെയായിരിക്കും. നമ്മൾ 1:2 എന്ന് പറഞ്ഞിട്ടുള്ള ഇതിൽ തന്നെ നമ്മൾ പോകുന്നത്. ലോസ് ആവുകയാണെങ്കിൽ ഇപ്പോൾ ലോസ് ആവുകയാണെങ്കിൽ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ 200 രൂപയാണ് എൻ്റെ ടാർഗറ്റ്. എൻ്റെ ഡെയിലി ടാർഗറ്റ് 200 രൂപയാണെന്ന് വെക്കുക, 400 രൂപയാണെന്ന് വെക്കുക. എനിക്ക് ലൂസ് ചെയ്യാൻ പറ്റുന്നത് എനിക്ക് എത്രയാണ്? 200 രൂപ ഞാൻ ലൂസ് ചെയ്യും. 200 രൂപ എനിക്ക് ലോസ് വന്നു കഴിഞ്ഞാൽ ഞാൻ അവിടെ നിർത്തേണ്ടത്. എൻ്റെ ടാർഗറ്റ് 400 രൂപ അടിച്ച് ഞാൻ അവിടെ നിർത്തും. ഇതങ്ങനെയല്ലല്ലോ. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു 25,000 രൂപ ഇത് ക്യാപിറ്റലുള്ള ഒരു വ്യക്തിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് പെർ ഡേ 250 റുപ്യ ഉണ്ടാക്കിയാൽ മതി. ഡെയിലി ടാർഗറ്റ് 250 രൂപയുള്ളൂ. ഓക്കെ, അല്ലെങ്കിൽ 2 സെക്ഷൻ അറ്റൻഡ് ചെയ്തെന്ന് വെച്ചിട്ട് ഡെയിലി ടാർഗറ്റ് 500 റുപ്പീസ് എന്ന് വെച്ചാൽ ഒരു സെക്ഷനിൽ 250, അടുത്ത സെക്ഷനിൽ 250, അത്രയേ ഉള്ളൂ. അതിന് പകരം എനിക്ക് എൻ്റെ ആ സെക്ഷനിൽ തന്നെ എനിക്ക് എത്ര വേണം, എത്ര ഉണ്ടാക്കണം? ആ സെക്ഷനിൽ തന്നെ 25,000 രൂപ ഉണ്ടാക്കണം എന്ന് വയ്ക്കും, അല്ലെങ്കിൽ 10,000 രൂപ ഉണ്ടാക്കണം എന്ന് നോക്കും. അങ്ങനെ ആകുമ്പോഴാണ് എന്ത് പറ്റുന്നത്? നമുക്ക് പണി കിട്ടുന്നു, നമ്മുടെ അക്കൗണ്ട് വാഷ് ഔട്ടാണ്. നിങ്ങൾ ഇതുപോലെ ചെയ്യൂ. നിങ്ങൾ മന്ത്ലി സാലറി പോലെ പ്ലാൻ ചെയ്യൂ. നിങ്ങളുടെ EMI പ്ലാൻ ചെയ്യൂ. EMI ഡെയിലി വരുന്നുണ്ടോ? ഇല്ലല്ലോ. EMI അടയ്ക്കാനുള്ള അതിൻ്റെ പ്ലാൻ ചെയ്യൂ. നിങ്ങളുടെ മന്ത്ലി എക്സ്പെൻസസിൻ്റെ പ്ലാൻ ചെയ്യൂ. ഒരു സാലറി ബേസ്ഡ് ആയിട്ട് നിങ്ങൾ പ്ലാൻ ചെയ്യൂ. അല്ലാതെ നിങ്ങൾ പല വീഡിയോകളും കാണുന്ന പോലെ എത്ര പറയുക, ഒരു ദിവസം $25,000, $5,000, $10,000 അതൊക്കെ എടുക്കുന്നത് നിങ്ങളുടെ ക്യാപിറ്റലിൻ്റെ ഇത് വെച്ച് നിങ്ങൾ അവരെ കാൽക്കുലേറ്റ് ചെയ്യില്ലേ? അല്ലെങ്കിൽ അതേപോലെ വേണമെന്നുള്ള കാൽക്കുലേറ്റ് ചെയ്യില്ലേ? മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ടാണ് ഞാൻ ഡെയിലി ഇടുന്ന ഈ പോസ്റ്റുകൾ വരെ ഞാൻ ഒഴിവാക്കിയത്. പണ്ട് ഞാൻ സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ ഇടായിരുന്നു. അതൊക്കെ ഞാൻ ഒഴിവാക്കിയത് എന്തുകൊണ്ടാണ്? നിങ്ങൾ മറ്റുള്ളവരെ കമ്പയർ ചെയ്യാതെ നിങ്ങളോട് പറഞ്ഞിരിക്കുന്ന അതേ ഇതിൽ നിങ്ങൾ ട്രേഡ് ചെയ്യും. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പം ഞാൻ പറയട്ടെ, ഇപ്പോൾ ഒരു 5,000 രൂപ ക്യാപിറ്റൽ, അല്ല $5,000 ഉണ്ടാക്കി, അല്ലെങ്കിൽ $25,000 ഉണ്ടാക്കി. അപ്പോൾ അതിനനുസരിച്ചുള്ള ക്യാപിറ്റൽ ഉണ്ട്. അതിനനുസരിച്ചുള്ള ക്യാപിറ്റൽ ഉള്ളത് കൊണ്ടാണ് എന്താണ് അങ്ങനെ ട്രേഡ് എടുക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. നമുക്ക് നമ്മുടെ ക്യാപിറ്റൽ മാത്രം, നമ്മുടെ കാര്യം നോക്കിയാൽ മതി. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ എൻ്റെ അടുത്ത് 7,500 രൂപ ഉള്ളൂ എന്ന് വെക്കുക. 7,500 രൂപ നോക്കുക, അത്രയേ ഉള്ളൂ എൻ്റെ അടുത്ത്. ഞാൻ 1% ടാർഗറ്റിൽ വെക്കും. എനിക്ക് 75 രൂപ ഡെയിലി പെർസെൻറ്റേജ് ഉണ്ടാക്കിയ മാസമാകുമ്പോൾ 2,250 റുപ്യ. 7,500 2,250 റുപ്യ എന്ന് പറയുമ്പോൾ ഏകദേശം നിങ്ങൾ നോക്കിയേ ഹാഫിൻ്റെ അടുത്ത് വന്നില്ലേ? അല്ലേ? ഏകദേശം ഹാഫിൻ്റെ അടുത്ത് പോട്ടെ, ഒരു 30% ഞാൻ ഗെയിൻ ചെയ്തില്ലേ ഫസ്റ്റത്തെ മാസം തന്നെ? ആലോചിച്ച് നോക്കി. ഒരു ബാങ്കിൽ 1,00,000 രൂപ ഇട്ട് കഴിഞ്ഞാൽ ഒരു വർഷം കഴിഞ്ഞ ശേഷം, ശ്രദ്ധിക്കണം, 1,00,000 രൂപ ഇട്ട് കഴിഞ്ഞാൽ പിറ്റേ മാസം മുതൽ നമുക്ക് കിട്ടൂല. ഒരു വർഷം കഴിഞ്ഞതിന് ശേഷം നമുക്ക് 4% അല്ലെങ്കിൽ 5% കിട്ടുക. കൂടുതൽ കിട്ടുന്നുണ്ടായിരിക്കും, മാക്സിമം 7-8% നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത പൈസ നമുക്ക് കിട്ടുന്നത്, നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടുന്നത്, അല്ലേ? 7-8% ഉണ്ടാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ 8,000 രൂപയാണ് ഒരു വർഷത്തേക്ക് നമുക്ക് 1,00,000 രൂപയ്ക്ക് കിട്ടുന്നത്. അത് ഒരു വർഷം കഴിഞ്ഞതിന് ശേഷം, ഒരു വർഷം അവിടെ ലോക്കിംഗ് പീരീഡ് ഉണ്ട്, അത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് പൈസ തുടങ്ങുള്ളൂ, അല്ലേ? അപ്പോൾ ഓക്കെ, ചില ബാങ്കുകളിൽ ലോക്കിംഗ് പീരീഡിൽ എന്തായാലും ആവട്ടെ, ഓക്കെ, 1 ലാഖിന് 8,000 റുപ്പീസല്ലേ കിട്ടുക? 1 ലാഖിന് 8% അല്ലേ കിട്ടുക? 8,000 റുപ്പീസല്ലേ കിട്ടുക? ഇവിടെ എത്ര കിട്ടി മാസം? ഇവിടെ കിട്ടി 30,000 രൂപയാണ് നിങ്ങൾ ഒരു മാസം നിങ്ങൾക്ക് 1 ലാഖിന് കിട്ടുന്നത്. ബാങ്കിൽ നിന്ന് കിട്ടുന്നത് 8,000 രൂപ ഒരു വർഷത്തേക്ക്. അപ്പം മാസം എത്രയായി? ഏകദേശം 700 സംതിങ്. ഇപ്പോൾ 800 തന്നെ നോക്ക്. 1,00,000 രൂപ ഇട്ട് കഴിഞ്ഞാൽ ഒരു മാസം 800 രൂപ ഇപ്പോൾ 1,000 രൂപ നിങ്ങൾക്ക് കിട്ടുമെന്ന് വെച്ചിട്ട് ഒരു മാസം നിങ്ങൾ ബാങ്കിൽ 1,00,000 രൂപ ഇട്ട് കഴിഞ്ഞാൽ 1,000 രൂപ കിട്ടുന്നു. ഇവിടെ എത്ര കിട്ടുന്നു? 30,000 രൂപ. അപ്പോൾ ഇത്രയുമുള്ള ഇത് നിങ്ങൾ ഒരു നെഗ്ലക്റ്റായിട്ട് നിങ്ങൾ കാണുമ്പോഴാണ് നമ്മുടെ കയ്യിലുള്ള പൈസയും നമുക്ക് ലോസും കാര്യങ്ങളൊക്കെ വരുന്നത്. ലോസ് വരുന്നതല്ല, നമ്മുടെ കയ്യിലുള്ള പൈസ മാനേജ് ചെയ്യാതെ പോകുന്നത്. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങളുടെ ടാർഗറ്റ് ഇത്ര വെച്ചാൽ അത് നോക്കി, 1,00,000 രൂപ 1% ഒരു സെക്ഷൻ മാത്രം. ഓക്കെ, ഇനി 3 സെക്ഷനാണ് ഞാൻ അറ്റൻഡ് ചെയ്തെങ്കിലോ, എനിക്ക് എൻ്റെ ഡെയിലി ടാർഗറ്റ് തന്നെ 3,000 രൂപയുള്ളൂ. 1,00,000 രൂപ വെച്ചിട്ടും എനിക്ക് 3,000 രൂപ ഒരു ദിവസം ഉണ്ടാക്കിയാൽ മതി. നിങ്ങളിപ്പം ഒന്ന് ചിന്തിച്ച് നോക്കി, എന്ത് എളുപ്പമാണെന്നൊന്ന് ആലോചിച്ച് നോക്കി, പോട്ടെ, ഈ 1,00,000 രൂപേൻ്റെ 15 ദിവസം ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ പ്രോഫിറ്റിൽ തന്നെയാണ്. മനസ്സിലാവുന്നുണ്ടോ?
അപ്പോൾ എത്രയേ ഉള്ളൂ? നിങ്ങൾ ഇത് പ്ലാൻ ചെയ്യുക, ഇങ്ങനെ അല്ലാതെ വലിച്ചു പറയുക എൻ്റെ അടുത്ത് 5000 രൂപയുണ്ട്, ഫസ്റ്റത്തെ ട്രേഡ് തന്നെ ഞാൻ 4000 രൂപയ്ക്ക് ഞങ്ങൾ കൊടുക്കും, അല്ലെങ്കിൽ 2500 രൂപയ്ക്ക് കൊടുക്കും എന്ന് വെച്ചിട്ട് നിങ്ങൾ ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിലെ പൈസ പോവുകയുള്ളൂ. അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് ഈ ഒരു സിസ്റ്റം നിങ്ങൾ ഫോളോ ചെയ്യുക. കാരണം നമ്മുടെ ഗ്രൂപ്പിലുള്ള എല്ലാവരും പ്രോഫിറ്റബിൾ ആയിരിക്കണം. നിങ്ങൾ പ്രോഫിറ്റ് ആയാൽ മതി, അല്ലാതെ നിങ്ങൾ ലോസ് ആവാൻ ഞാൻ ഒരിക്കലും ഞാൻ പറഞ്ഞിട്ടില്ല. ലോസ് ആവാൻ വേണ്ടി, അങ്ങനെയാണെങ്കിൽ ലോസ് ആവാൻ വേണ്ടിയിട്ടാണെങ്കിൽ നമുക്ക് ലോസ് സിഗ്നൽസ് വന്നപ്പോൾ അല്ലേ? അങ്ങനെയാണെങ്കിൽ ലോസ് ആവണം എന്ന് നിങ്ങളെല്ലാവരും ലോസ് ആവണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ നമ്മൾ ഒരു സിഗ്നൽ വന്നു, അത് ലോസ് ആയി. പിന്നെ ഞാൻ എന്താ പറയുക, ഓക്കെ ഈ സെക്ഷൻ ഇവിടെ കഴിഞ്ഞു, ഇനി നമുക്ക് നാളെ നോക്കാം, ഇല്ലെങ്കിൽ അടുത്ത ദിവസം നോക്കാം, അല്ലെങ്കിൽ അടുത്ത സെക്ഷൻ നോക്കാമെന്ന് പറഞ്ഞാൽ ഞാൻ പോകുന്നുണ്ടോ? നമ്മുടെ മായ ട്രേഡിങ് എപ്പോഴെങ്കിലും അങ്ങനെ പോകുന്നുണ്ടോ? ഇല്ല. ഒരു സെക്ഷൻ ഒരു ലോസ് എന്തായാലും വരും അല്ലേ? ലോസ് വരാതിരിക്കാൻ നമ്മൾ ദൈവം തമ്പുരാന്മാരൊന്നുമല്ല. അപ്പോൾ ലോസ് വന്നു കഴിഞ്ഞാൽ ആ ലോസിനെ നമ്മൾ റിക്കവർ ചെയ്യും അല്ലേ? ആ റിക്കവർ ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ അന്നത്തെ സെക്ഷൻസ് നമ്മൾ ക്ലോസ് ചെയ്യുന്നുള്ളൂ, നിർത്തുന്നുള്ളൂ അല്ലേ? അന്നത്തെ ആ ഒരു സെക്ഷൻ അപ്പോൾ ഓരോ സെക്ഷനിലും നമ്മൾ ട്രേഡ് എടുക്കുന്ന എല്ലാ ട്രേഡും പിന്നാവണമെന്നില്ല. ഇപ്പോൾ ഒരു സിഗ്നൽ എടുത്തു, ലോസായി, നെക്സ്റ്റ് സിഗ്നലിൽ നമ്മളത് വിൻ ചെയ്ത് തരും അല്ലേ? അങ്ങനെ ചെയ്യുമ്പോഴാണ് അങ്ങനെ ചെയ്യുന്നതുകൊണ്ടാണല്ലോ നമ്മൾ മായ ട്രേഡിങ്ങിൽ ഞാൻ ഇത്രയും വീഡിയോ ഇടുന്നതും ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഇങ്ങനെ നോക്ക്, അങ്ങനെ നോക്ക്, ഇങ്ങനെ ചെയ്യ്, ഇങ്ങനെ ഈ ക്യാപിറ്റൽ ഇങ്ങനെ ഇട്, ഇത്രയും പൈസ ഇടുമ്പോൾ ഇത്രയും ഉപയോഗിക്കും എന്നൊക്കെ പറയുന്നതിൻ്റെ കാരണം എന്താണ്? നിങ്ങൾ പ്രോഫിറ്റബിൾ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. ലോസ് ആയിട്ടാണ് നിങ്ങൾ ഇരിക്കണമെന്നെങ്കിൽ ഞാൻ ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടേണ്ട ആവശ്യമുണ്ടോ? ഈ ഒരു കാര്യമേ പറയേണ്ട ആവശ്യമുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ ഒരു ഇതും വിഷമം വിചാരിക്കാതെ നിങ്ങൾ ഈ ഒരു പ്ലാനിൽ നിങ്ങൾ പോവുക, ഒരു സിസ്റ്റമാറ്റിക്കലി നിങ്ങൾ പോവുക. നിങ്ങൾ എന്തായാലും സക്സസ്ഫുൾ ആയിരിക്കും. നിങ്ങളറിയാലോ, നമ്മുടെ ഗ്രൂപ്പിൽ ഒരുപാട് പേര് ഓൾമോസ്റ്റ് ആൾക്കാർ പ്രോഫിറ്റബിൾ തന്നെയാണ് ഇപ്പോഴും. അവരുടെ വീഡിയോസ്, അവരുടെ സ്ക്രീൻഷോട്ടും അതുപോലെ അവരുടെ ഡൗട്ട് ക്ലാരിഫിക്കേഷനും അവരുടെ പ്രോഫിറ്റിൻ്റെ ഇതും ഒക്കെ എനിക്ക് ഡെയിലി വരുന്നുണ്ട്. ഞാൻ മറ്റുള്ള ഗ്രൂപ്പിലെ പോലെ ഞാൻ ഇട്ടായിരുന്നു പണ്ട് കേട്ടോ, പിന്നെ എനിക്കും തോന്നി അതിൻ്റെ ആവശ്യമില്ലാന്ന്. അതുകൊണ്ട് ഞാനിപ്പോൾ ഈ സ്ക്രീൻഷോട്ടും ഇതൊക്കെ ഇടുന്നൊക്കെ ഒഴിവാക്കിയിട്ടേക്കാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ നമ്മളെ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ, മായ ട്രേഡിങ്ങിനെ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും ആയിക്കോട്ടെ, ഇനി മായ ട്രേഡിങ്ങിൽ നിന്നല്ല, നിങ്ങൾ വേറെ ഏതെങ്കിലും ഗ്രൂപ്പിൽ നിങ്ങൾ ട്രേഡ് ചെയ്താലും നിങ്ങൾ ഈ ഒരു സിസ്റ്റം നിങ്ങൾ ദയവ് ചെയ്തിട്ട് ഫോളോ ചെയ്യുക. കയ്യിലുള്ള പൈസ അറിയാണ്ട് കൊണ്ടേ കളയരുത്. ഓക്കെ, താങ്ക് യു, ബൈ. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മായ ട്രേഡിംഗ്. അപ്പം മായ ട്രേഡിങ്ങിൻ്റെ ഒരു മണി മാനേജ്മെൻറ്റിൻ്റെ ഒരു ഷീറ്റിനെ കുറിച്ച് ഒന്നും കൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനാണ്. ഒരുപാട് പേർക്ക് അതൊന്ന് കറക്റ്റായിട്ട് ഇത് ക്ലിയർ ആയിട്ടില്ല. അപ്പോൾ അതും കൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം. ഇനി അറിഞ്ഞവർക്ക് ഒന്നും കൂടെ കണ്ടോളൂ. ഓക്കെ, മണി മാനേജ്മെൻറ്റ് ഷീറ്റ് ഉപയോഗിക്കുന്നതിൻ്റെ മെയിൻ കാരണം നമ്മുടെ കയ്യിൽ എത്ര ക്യാപിറ്റൽ ഉണ്ടോ ആ ക്യാപിറ്റൽ അനുസരിച്ച് ആ ക്യാപിറ്റലിൻ്റെ ബേസിൽ നമ്മൾ എത്ര രൂപയ്ക്കാണ് നമ്മൾ ട്രേഡ് എടുക്കേണ്ടത്. ഇപ്പോൾ പലരും അക്കൗണ്ട് വാഷ് ഔട്ട് ആവുന്നു, അല്ലെങ്കിൽ ലോസ് വരുന്നു, പല ഗ്രൂപ്പുകളിൽ നിന്നൊക്കെ ഇപ്പോൾ 0 ആയിട്ട് വരുന്നു, അല്ലെങ്കിൽ 0 ആകുന്നു, അല്ലെങ്കിൽ പല ട്രേഡർമാർ എന്താ പറയുക അക്കൗണ്ട് വാഷ് ഔട്ട് ആവുന്നതിൻ്റെ മെയിൻ കാരണം എത്ര രൂപയാണ് ഞാൻ ഫസ്റ്റ് ട്രേഡിൽ വെക്കേണ്ടത് എന്ന് അറിയാത്തതുകൊണ്ടാണ്. ഇപ്പോൾ ഒരു 2500 അല്ലെങ്കിൽ 5000 അല്ലെങ്കിൽ 10000 രൂപയുള്ള ഒരു വ്യക്തിക്ക് എന്താ പറയുക, അല്ലെങ്കിൽ 2500 അല്ലെങ്കിൽ 10000 രൂപയുള്ള വ്യക്തി ഫസ്റ്റത്തെ ട്രേഡ് തന്നെ 5000 രൂപയ്ക്ക് കൊണ്ടേ വെച്ച് കഴിഞ്ഞാൽ അവന് ലോസേ വരുള്ളൂ, അവൻ്റെ അക്കൗണ്ട് 0 ആവുള്ളൂ. ഓക്കെ, എന്നിട്ട് അത് അങ്ങനെ 0